നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായ ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്. ഇപ്പോൾ ഞാനും തന്നെ അന്ന് പറഞ്ഞു. പിന്നെ അൻവർ വേറൊരു വെളിപ്പെടുത്തൽ നടത്തി. അൻവറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് CPM-ലെ ഉന്നത നേതാക്കളാണ്. അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ? ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, മന്ത്രിമാരടക്കമുള്ള CPM-ൻ്റെ ഉന്നത നേതാക്കന്മാർ അൻവറിൻ്റെ പുറകിലുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളെടുത്ത് നോക്കിയോ, പറവൂരിൽ നടത്തിയ എൻ്റെ നിയോജകമണ്ഡലത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൻവർ ഇന്ന് ആ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ്. അൻവറിൻ്റെ ഇന്നത്തെ 2 വെളിപ്പെടുത്തലും പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞാണ്. ഒന്ന്, എനിക്കെതിരായ ആരോപണം, കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാപക സംഘം കൂടി ഉണ്ടാക്കിയതാണ്. 2, അവർക്കെതിരായ അൻവറിൻ്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള CPM-ലെ പാർട്ടി നേതാക്കന്മാരുണ്ട്. CPM-ൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹിസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത്. പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡിൽ കയറി. അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. ഈ 2 കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു MLA വിളിച്ച് പറയുമോ? ഇപ്പം UDF-ലെ ഒരു MLA ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ അനുമതി വേണം. അത് അദ്ദേഹം അവരുടെ നേതാവാണ്, പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു MLA മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരോട്? അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനും അതിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വരുമ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനെതിരെ കിടന്നോട്ടെ എന്ന് എന്താണെന്ന് ആരോപണം എന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതായത് കേരയിൽ വന്നാൽ 2050 ആകുമ്പോഴേക്കും ഹൈദരാബാദ്, ഇവിടെ IT കമ്പനികൾ കൊണ്ട് നിറയും കേരളം. അപ്പോൾ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ 2050 ആകുമ്പോൾ പൂട്ടിപ്പോവും. അപ്പോൾ അവരത് പൂട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി 30 കൊല്ലം മുമ്പ്, അതായത് 2021 കേരളിനെ അട്ടിമറിക്കാൻ അന്ന് വേറെ MLA ആയിരുന്ന എന്നെ സ്വാധീനിച്ചു. KC വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു 150 കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ച് അതിവിടെ ഇറക്കിയിട്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തു വിട്ടു. ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു, തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ല. ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആരോപണം. 2050 അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് 2021 ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ MLA ഞാനല്ലേ. കഴിഞ്ഞ എന്നെ സ്വാധീനിച്ച്, ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോഴല്ല, ആരോപണമല്ല, MLA ആയിരിക്കുമ്പോഴാണ്. MLAക്ക് ഒരു 150 കോടി മറ്റേ മീൻ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു. ചാവക്കാട് ഞാൻ ഒരു ആംബുലൻസിലേക്ക് മാറ്റി. പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ, ഞാൻ ആർക്കും കൊടുക്കില്ല, പൈസ കിട്ടിയ ആദ്യം ഞാൻ തിരിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാണെന്നും കൂടി പറയണമെന്ന് പറഞ്ഞു. ഇതായിരുന്നു ആരോപണം. ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നാണക്കേടാണ്. ആർക്കാണ് നാണക്കേട്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചത്. അത് പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്കൊരു നിലപാടില്ല. പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല, വാതിൽ തുറന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ അതൊന്നും. ഞാൻ പറഞ്ഞില്ല. ഞാൻ പാർട്ടിയും UDF-ഉം
ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല, പക്ഷെ ഇപ്പം തുറന്നിട്ടുമില്ല. അല്ല, ഞാൻ അതിൻ്റെ അർത്ഥം അതല്ലേ, വാതിൽ അടച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വാതിൽ ഇപ്പം തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ചർച്ചയുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായ സമയത്ത് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്. ആ ചർച്ചയുടെ ഭാഗമാണ് ഇപ്പം ഈ ചോദ്യമൊക്കെ. അൻവർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ കാണുന്നു. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കാണുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ, അത് കോൺഗ്രസ് തീരുമാനിച്ചോളാം അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. കാരണം കോൺഗ്രസിൻ്റെ സീറ്റാണ്. ഞങ്ങൾ പാർട്ടി ദേശീയ തലത്തിൽ ആ സ്ഥാനാർത്ഥി, ഞങ്ങളിവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തരും. ഞങ്ങളത് UDF ഘടകകക്ഷി നേതാക്കളെ അറിയിക്കും. UDF സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്. അതെങ്കിലും ഞങ്ങൾ ചെയ്തോട്ടെ. അതല്ലല്ലോ, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനതാണ് പറയുന്നത്. പ്രതിപക്ഷം വളരെ കൃത്യമായി ഉന്നയിച്ച കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഹീനമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ MLA ചുമതലപ്പെടുത്തി. രണ്ട്, മുഖ്യമന്ത്രിക്കും ഉപജാപക സംഘത്തിനെതിരായി ആരോപണം ഉന്നയിക്കാൻ CPMലെ ഉന്നതരായ നേതാക്കളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു. അപ്പോൾ സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞതുപോലെ CPMൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അന്ന്. ആരുടെ കാര്യത്തില് താങ്കൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ആ ചർച്ചയിൽ ഉന്നയിക്കാം. ഇങ്ങനൊരു അഭിപ്രായം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. വ്യക്തിപരമായ ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് ബാധകമല്ല. എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാനിത് പറഞ്ഞന്ന് നിയമസഭയുടെ രേഖയിൽ നിന്ന് ഇത് മാറ്റരുതെന്ന് പറഞ്ഞു. അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന തലമുറകൾ അറിയണം ഇങ്ങനെ കുറേ ആരോപണമൊക്കെ നിയമസഭയിൽ വന്നെന്ന്. സാധാരണ എല്ലാവരും നിയമസഭാ രേഖയിൽ നിന്നത് നീക്കം ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യരുത്. ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് അന്നോ ഭാവിയിൽ അറിയണമെന്ന് പറഞ്ഞു. ഇതുപോലൊരു മുഖ്യമന്ത്രി ഇതുപോലെ ആരോപണം ഉന്നയിപ്പിച്ചതും ഒക്കെ അറിയണമെന്ന് പറഞ്ഞു. അതവിടെ കിടക്കട്ടെ, രേഖയായിട്ട് കിടക്കട്ടെ. അല്ല, സ്ഥാനാർത്ഥിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കട്ടെ. ശരി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. PV അൻവറിന്റെ പ്രതികരണങ്ങളിലുള്ള മറുപടി, TMCയുമായി യോജിക്കണോ എന്ന കാര്യം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് VD സതീശൻ പറയുന്നത്.